നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന. സ്നേഹമാലാഖ എന്ന കഥയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ജീവിതത്തിൽ മകൾക്കുണ്ടായ ദുർവിധിയിൽ മനംനൊന്ത് പ്രാർത്ഥിക്കുന്ന ഒരമ്മ എത്രമാത്രം നിസ്വാർത്ഥയും മനോബലമാർജിച്ചവളുമായിരുന്നു എന്ന് ഈ കഥ നമ്മെ ചിന്തിപ്പിക്കുന്നു. ആ അമ്മയുടെ നിശ്ചയദാർഢ്യം, മകൾക്കുണ്ടാക്കിയ ജീവിത വിജയം നമുക്കൊന്ന് കണ്ടു നോക്കാം. നനച്ചിരിക്കാത്ത അവസരത്തിൽ പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെയും കൊണ്ട് ജീവിതത്തിൽ ഒറ്റയ്ക്കായിപ്പോയ കാലം എങ്ങനെ ഞാൻ തള്ളി നീക്കിയെന്ന് എനിക്കറിയില്ല. നികത്താനാവാത്ത നഷ്ടബോധത്താൽ അന്ന് ഞാൻ നിരാശയുടെ പടുകുഴിയിൽ പെട്ടുഴലുകയായിരുന്നു. ഒരു ഭ്രാന്തമായ അവസ്ഥ, മുന്നും പിന്നും നോക്കാതെ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ തക്കം പാർക്കുന്ന പൊള്ളുന്ന അവസ്ഥ, ചുറ്റുമുള്ള ആരെയും എന്തിനെൻ്റെ കുഞ്ഞുങ്ങളെപ്പോലും ചിന്തയില്ലാതെ ദുഃഖച്ചുഴിയിൽ മുങ്ങിത്താണ് സമയം. എല്ലാം അടഞ്ഞ എൻ്റെ ജീവിതം അവസാനിപ്പിക്കണമെന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ മുന്നിലുണ്ടായിരുന്നുള്ളൂ. ആ സമയം വീട്ടിലെ അവസ്ഥ ശോചനീയമായിരുന്നു. എന്നോട് ആരെങ്കിലും എന്തു പറഞ്ഞാലും ഞാൻ ശ്രദ്ധിക്കുന്നതേയില്ലായിരുന്നു. പൊട്ടിച്ചിതറിപ്പോയ കളിപ്പാട്ടത്തിനു വേണ്ടി തലതല്ലി കരയുന്ന ഒരു കുഞ്ഞിൻ്റെ മാനസികാവസ്ഥയായിരുന്നു എൻ്റേത്. എന്നെ സമാധാനിപ്പിക്കാൻ എൻ്റെ അമ്മയെപ്പോലും ഞാൻ അനുവദിച്ചിരുന്നില്ല. ഒടുവിൽ എൻ്റെ അമ്മ എന്നോടെല്ലാം പറയാനുള്ളത് ഒരു നീണ്ട കത്തായി എഴുതി. എൻ്റെ കയ്യിൽ തരാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട് അത് പോസ്റ്റ് ചെയ്തു. കത്ത് കൈപ്പറ്റി. അമ്മയുടേതാണെന്ന് മനസ്സിലായപ്പോൾ ഞാൻ അതുപോലെ തന്നെ അടച്ചു വെച്ചു. തുറന്നു നോക്കുകയോ തിരിഞ്ഞു നോക്കുകയോ പോലും ചെയ്തില്ല. എങ്കിലും ആ രജിസ്റ്റേർഡ് കത്ത് ഞാൻ തുറക്കാതെയാണെങ്കിലും സൂക്ഷിച്ചു വെച്ചിരുന്നു. എൻ്റെ ജീവിത തിരക്കിനിടയിൽ ആ കത്ത് ഞാൻ എൻ്റെ സേഫിൽ തന്നെ എടുക്കാൻ മറന്നുപോയി. അമ്മ അന്ന് അനുഭവിച്ച ദുഃഖം എന്താണെന്നും എത്ര ആഴത്തിലുള്ളതാണെന്നും വർഷങ്ങൾക്ക് ശേഷം ഇന്നാണ് ഞാൻ ഉൾക്കണ്ടത്. എൻ്റെ അമ്മയുടെ കാലവും കഴിഞ്ഞ് 22 വർഷങ്ങൾക്ക് ശേഷം ഞാൻ അമ്മ അയച്ചിരുന്ന ആ കത്ത് എൻ്റെ കണ്ണിൽ പെട്ടു. ഉടൻ തന്നെ ഞാനത് പൊട്ടിച്ചു വായിച്ചു. അപ്പോഴാണ് എൻ്റെ അമ്മ മാനസികമായി അന്ന് അനുഭവിച്ച വ്യഥ എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. എനിക്ക് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല. ജീവിതത്തിൽ പ്രയാസങ്ങളും തകർച്ചകളും നേരിടുമ്പോൾ തളർന്നു പോകാതെ നമുക്ക് ചുറ്റുമുള്ളവർക്കും നമ്മളെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ധൈര്യം കൊടുക്കണം. കുഞ്ഞുങ്ങൾ പറക്കമുറ്റാത്തവർ ആകുമ്പോൾ അവരെ ഒരു നിലയിലെത്തിക്കേണ്ടത് നമ്മുടെ മാത്രം ചുമതലയാണ്. കുഞ്ഞുങ്ങൾ അവരുടെ ചെറുപ്രായത്തിൽ അവരുടെ അപ്പ നഷ്ടപ്പെട്ട വലിയ ആഘാതത്തിലാണെന്ന് മറന്നു പോകരുത്. വിധി വൈപരീത്യം കൊണ്ട് നാം ഒറ്റയ്ക്ക് ജീവിതം തുഴയേണ്ട അവസ്ഥയിൽ അത് വരുമ്പോൾ കൂടുതൽ മനോനില വീണ്ടെടുക്കാൻ നാം ശ്രമിക്കണം. മറ്റുള്ളവർ നമ്മെ നോക്കി കഷ്ടമെന്ന് പറയാൻ അവസരമുണ്ടാക്കാതെ ജീവിതം ഒരു വാശിയായി എടുത്ത് ജീവിക്കുവാൻ ശ്രമിക്കണം. പ്രതിസന്ധികൾ തരണം ചെയ്ത് ലക്ഷ്യസ്ഥാനത്തെത്തിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന സംതൃപ്തി ഭാവനയിൽ കണ്ട് മുന്നോട്ട് സധൈര്യം പോകണം. ഒരിക്കലും ജീവിതത്തിന് മുന്നിൽ നാം തോറ്റുകൊടുക്കരുത്. അമ്മയുടെ കരുത്ത് മക്കൾക്കും ഒരു വലിയ പ്രചോദനമാകും. അങ്ങനെ മക്കളും അമ്മയ്ക്കൊപ്പം നിൽക്കുകയും ജീവിത വിജയം നേടുകയും ചെയ്യും. ഭാവിയിൽ അവരും ഉൾക്കരുത്തുള്ളവരായി തീരും. അതേസമയം ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ജീവിതത്തോട് നാം തോറ്റാൽ സ്വയം നശിക്കും. കുഞ്ഞുങ്ങളെങ്ങും എത്താതെ അവരുടെ ഭാവി ഇരുളടയും. അതുകൊണ്ട് മനസ്സിൻ്റെ ബലം നേടിയെടുത്ത് വലതുകാൽ വെച്ച് മുന്നോട്ട് പോകാനാണ് എൻ്റെ അമ്മ എനിക്ക് നൽകിയിരിക്കുന്ന ഉപദേശം. അത് കണ്ണുനീരിൻ്റെ ഭാഷയിലും സ്നേഹത്തിൻ്റെ ഭാഷയിലും ശാസനയുടെ ഭാഷയിലുമാണ് കത്തിലെഴുതിയിരുന്നത്. ഇതിൽ ഏതെങ്കിലും ഒന്നെനിക്ക് പ്രയോജനപ്പെടുമെന്ന് എൻ്റെ അമ്മ കരുതി. അമ്മ എന്ന വാക്ക് എന്താണ്? ആരാണ് അമ്മ എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം. അത് വെറും ഒരു വാക്കല്ല, 2 അക്ഷരങ്ങൾ ചേരുന്ന ശബ്ദവുമല്ല. അമ്മ ഒരാൾ മാത്രമല്ല. അമ്മ ഒരു വികാരമാണ്. അതിന് ശരിയായ ഒരു നിർവചനമില്ല. നിസ്വാർത്ഥം, അഭൗമ സ്നേഹം, അപരിമിത സ്നേഹം, കാവൽ മാലാഖ, ഇങ്ങനെ എല്ലാമാണ്. കാലങ്ങൾ കഴിഞ്ഞ് ജീവിതം തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ അമ്മയുടെ മനസ്സിൻ്റെ ഇച്ഛാശക്തിയും കത്തിൻ്റെ പൊരുളും ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നു. അമ്മയുടെ നിരന്തര പ്രാർത്ഥനയുടെ ഫലമായി എൻ്റെ ജീവിതം സമാധാനമായി ഇന്നിവിടെ എത്തി നിൽക്കുന്നു. എൻ്റെ ജീവിതം ഞാൻ എൻ്റെ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. മാതൃദിനത്തോടനുബന്ധിച്ച് സാമൂഹിക ക്ഷേമ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഒരു ചടങ്ങിൽ എൻ്റെ പ്രസംഗം അവസാനിച്ചപ്പോൾ സദസ്സിലിരുന്നിരുന്നവർ എഴുന്നേറ്റ് നിന്ന് നിർത്താത്ത കരഘോഷം മുഴക്കി. കഥ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ
സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടുമല്ലോ. ഇനി അടുത്തൊരു കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെയും നന്ദി, നമസ്കാരം.